പിറന്ന് വീണ് പൊക്കിൾക്കുടി മുറിച്ചു മാറ്റി സ്വരനാളികൾക്കിടയിലൂടെ ആദ്യ ശ്വാസത്തിൻ്റെ വീർപ്പകത്തേക്ക് ആവാഹിച്ചെടുത്ത് അത് നിശ്വാസമായി ബഹിർഗമിപ്പിക്കുമ്പോൾ ആ കുരുന്ന് ശ്വാസനാളിയുടെ വൈബ്രേഷനിൽ നിന്ന് ആദ്യ മന്ത്രം ഉതിരുന്നു. ആ അത് മാതൃത്വത്തിൻ്റെ നേർക്കുള്ള പ്രപഞ്ചത്തിൻ്റെ നമോവാകമാകുന്നു. അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ ഉണർത്തുന്ന വിസ്മയത്തിൻ്റെ മുമ്പിൽ ആത്മാവ് കൊണ്ട് വിസ്മയം പൂണ്ട്, ആത്മാവ് കൊണ്ട് അത്ഭുതം കൂറി, ആത്മാവ് കൊണ്ട് അഭിരമിച്ചുകൊണ്ട് നാം വിസ്മയം ഊറി നിൽക്കുന്ന, അത്ഭുതം ഊറി നിൽക്കുന്ന, ആകാംക്ഷയും കൗതുകവും ഊറി നിൽക്കുന്ന കണ്ണുകളോടെ ഈ സൃഷ്ടികളുടെ മുഴുവൻ നിയന്താവായ പരമകാരുണികനായ സൃഷ്ടാവിനെ നോക്കി മനസ്സുകൊണ്ട് കൈകൂപ്പുന്നത്. അവിടെ നമ്മുടെ മനസ്സിൻ്റെ ഓരോ ജപമാത്രകളും നിശ്വാസമായി പുറത്തേക്ക് ബഹിർഗമിപ്പിക്കുന്ന വായു, അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിതാളം, ഇതെല്ലാം ആദ്യ കവിതയുടെ അക്ഷരത്തീർപ്പുകളായി മാറുകയാണ്. അതെ, സൃഷ്ടാവിനോട് നടത്തുന്ന പരിദേവനവും പരിഭവവും ആത്മാർപ്പണവും തന്നെയാണ് കവിതയുടെ ഭൂമിക. അതിൽ പരിഭവമുണ്ട്, പരിദേവനമുണ്ട്, ആത്മാർപ്പണമുണ്ട്. അതാണ് കവിതയായി അമൃതായി അക്ഷര വടിവുകളിലൂടെ ഹൃദയത്തിലേക്ക് പ്രവഹിക്കുന്ന സംഗീതത്തിൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത അനർഗളമായി പ്രവഹിക്കുന്ന സുധ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദം ധരിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പറയുന്നത് തിരുവല്ലയിൽ നിന്ന്, മധ്യ തിരുവിതാംകൂറിൻ്റെ ആ ഭൂവിടത്തിൽ നിന്ന് സിനിമയെ ആത്മാവിലേറ്റി വന്ന 2-3 അച്ചായന്മാരേ ഉള്ളൂ എന്നാണ്. അക്കൂട്ടത്തിൽ താനാണ് വമ്പൻ എന്നും അദ്ദേഹം ഊറ്റം കൊള്ളാറുണ്ട്. കഥാപുരുഷൻ്റെ പേര് ജോൺ എബ്രഹാം. മറ്റു 2 സഹയാത്രികരെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ജോൺ ശങ്കരമംഗലത്തെയും KG ജോർജിനെയുമാണ്. അരാജകത്വത്തോടടുത്ത ജീവിതചര്യ കൊണ്ട് പലപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായി സമൂഹത്തെ അമ്പരപ്പിച്ച് പോന്നിട്ടുള്ള ജോൺ എബ്രഹാം പറയുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു മൂർത്തി എന്ന് പറയുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് രക്തം വാർന്നൊഴുകി മരണത്തെ മുഖാമുഖം കാണുമ്പോഴും മറ്റുള്ളവരുടെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് യാചിച്ച, തൻ്റെ വേദനയേക്കാൾ ഏറെ പാപികൾ ചെന്നെത്താനിരിക്കുന്ന വേദനയുടെ നരകത്തീയെക്കുറിച്ച് തപിച്ച ക്രിസ്തുദേവനെയാണെന്നുള്ളതാണ്. ക്രിസ്തുമതാനുയായി ആയിരുന്നോ ജോൺ എബ്രഹാം എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ ക്രൈസ്തവത എന്നും മുൻനിർത്തുന്ന ചില അടിസ്ഥാന വികാരങ്ങളോട് ജോൺ എബ്രഹാമിന് ഹൃദയൈക്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ചലച്ചിത്ര സംരംഭത്തിൽ, ആ ചിത്രത്തിൻ്റെ പേര് തന്നെ വിചിത്രമാണ്, വിദ്യാർത്ഥികളെ ഇതിലെ. ആ ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നൊരു ഗാനമുണ്ട്. ആ ഗാനത്തിന് ഈണം പകർന്നത്, ഞാൻ നിരീശ്വരവാദം എന്ന മതത്തിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നില്ല, അതേസമയത്ത് ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിനുള്ളിലുള്ള അനുയായി മാറാനും ഞാൻ തയ്യാറല്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഒരു വലിയ മതത്തിൽ വിശ്വസിക്കുന്നു, ഒരു വലിയ ആത്മീയ സംഹിതയിൽ വിശ്വസിക്കുന്നു. അത് മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും മതമാണ്. ആ മതത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും ഉത്തുംഗമായ ഒരു ഇടത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കുന്ന ആരാധനാമൂർത്തിയാണ് മനുഷ്യത്വത്തിൻ്റെ, മനുഷ്യ സ്നേഹത്തിൻ്റെ, മാനവികതയുടെ അപ്പോസ്തലനായിരുന്ന യേശുക്രിസ്തു എന്ന് ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും മൊഴി കൊണ്ടും സാക്ഷ്യപ്പെടുത്തിയ, സംഗീതം കൊണ്ട് അടയാളപ്പെടുത്തിയ MP ശ്രീനിവാസനാണ് ഈ പാട്ടിന് ഈണം പകർന്നിരിക്കുന്നത്. അഗ്നിച്ചിറകുമായി ഭൂമിയിൽ വന്ന് ഒരു പുൽക്കുടിൽ തേടിയ നക്ഷത്രത്തെ നോക്കി, വെളിച്ചമേ നയിച്ചാലും നിൻ്റെ രാജ്യം വരയണമേ എന്ന വരികൾ എഴുതി തികച്ചത് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ഗാനരചയിതാവ് വയലാർ രാമവർമ്മയാണ്. S ജാനകിയും സംഘവും പാടിയ ഈ ഗാനം വെളിച്ചമേ നയിച്ചാലും പിന്നീട് ഒരുപാട് നീണ്ടൊരു കാലയളവിൽ നമ്മുടെ ക്യാമ്പസുകളിലെ നൃത്യങ്ങൾക്ക് അവതരണ ഗാനമായിരുന്നു. സംഘനൃത്തത്തിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ പ്രചാരം നേടിയ അകമ്പടിയായിരുന്നു. ഇവിടെ നമുക്ക് വേണ്ടി സെലിൻ ഈ ഗാനം ആലപിക്കുന്നു.
CMI വൈദികനായ ഫാദർ ആബേൽ, അദ്ദേഹമാണ് കലാഭവൻ എന്ന് പറയുന്നൊരു വലിയ കലാസാമ്രാജ്യത്തിൻ്റെ തന്നെ സ്ഥാപകനായത്. ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ കലാഭവൻ്റെ സ്ഥാപന നാളുകളിലെ പങ്കാളിയായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ യേശുദാസ്. ഒരുപാട് തലമുറകൾ കലാഭവൻ്റെ പരിവൃത്തത്തിൽ നിന്നും കലാപ്രകാശനങ്ങളിലൂടെ നേടിയ ആത്മവിശ്വാസവുമായി പിന്നീട് മലയാളത്തിൻ്റെ സംസ്കൃതിയെ അനുഗ്രഹിക്കുന്ന താരസാന്നിധ്യങ്ങളായി മാറിയിട്ടുണ്ട്. എറണാകുളം നഗരത്തിൻ്റെ ഓരങ്ങളിലൂടെ ഒരു നീണ്ട മരത്തിൻ്റെ കൈപ്പിടിയുള്ള കാലം കുടയും അതിൻ്റെ നരച്ചു തുടങ്ങിയ ശീലമടക്കുകളും കാപ്പി നിറത്തിലുള്ള തിരുവസ്ത്രവും ധരിച്ചുകൊണ്ട് ഏതാണ്ട് പൂർണ്ണമായും കഷണ്ടിക്ക് കീഴ്വഴങ്ങിയ തൻ്റെ തലയുമായി ചുറ്റുപാടുകളിലേക്ക് ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ കണ്ണു പായിച്ചുകൊണ്ട് നടന്നു പോകുന്ന വൈദികനെ കണ്ടപ്പോൾ ഇത് കലാഭവൻ്റെ സ്ഥാപകനായ ആബേലച്ചനാണെന്നറിയാമായിരുന്നു. ചില അപൂർവങ്ങളായ ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുള്ളതായും അറിയാമായിരുന്നു. പക്ഷേ ഒരു ക്രൈസ്തവ സഭാ വിഭാഗത്തിലെ ആരാധനകൾക്ക് എത്രയോ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു പോരുന്ന പല സ്തോത്രഗീതങ്ങളും ഈ മനസ്സിൽ നിന്ന് മുതിർന്ന് അക്ഷരങ്ങളായി നമുക്ക് പ്രസരിച്ച് കിട്ടിയതാണെന്നുള്ള അറിവ് പിന്നീടാണ് ഉണ്ടായത്. ലളിത സംഗീത രംഗത്ത് ഏറ്റവും വലിയ സംഗീത വേഴ്ചയ്ക്ക് പ്രയോജകീഭവിച്ച ഈരടികൾ എഴുതി തികച്ചത് ആബേലച്ചനാണ്. ആ അർത്ഥത്തിൽ അർണോസ് പാതിരിയുടെ പിന്തുടർച്ചക്കാരനായി, ചാവറയച്ചൻ്റെ പിന്തുടർച്ചക്കാരനായി ചരിത്രം ആബേലച്ചനെ ഹൃദയം കൊണ്ട് ഉൾച്ചേർക്കുന്നു. ആ മഹാനായ വൈദിക ശ്രേഷ്ഠന് അദ്ദേഹത്തിൻ്റെ കാവ്യ വൈഭവത്തിൻ്റെ പേരിൽ ലഭിക്കേണ്ടിയിരുന്ന സിംഹാസനമോ അംഗീകാരങ്ങളോ ലഭിച്ചില്ല എന്നുള്ളത് നമ്മുടെ സമൂഹ പരിച്ഛേദത്തിൻ്റെ കൃതജ്ഞതയുടെ മറ്റൊരു സാക്ഷ്യം. ആബേലച്ചൻ രചന നിർവഹിച്ച ഒരു ഗാനമാകാം അടുത്തത്. KK ആൻ്റണി ഇതേപോലെ തന്നെ വേണ്ട വിധം അംഗീകാരം കിട്ടാതെ പോയ ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹമാണ് ഈ ഗാനത്തിന് ഈണം പകർന്നത്. ശോഷന്നപ്പൂക്കൾ എന്ന പേരിൽ ഇറങ്ങിയ ഒരു മ്യൂസിക്കൽ ആൽബത്തിന് വേണ്ടിയാണ് ഈ ഗാനം ഒരുക്കപ്പെട്ടത്. ഈ ഗാനം ആലപിച്ചത് യേശുദാസാണ്. ഇവിടെ നമുക്ക് വേണ്ടി KL ആൻ്റണി ഈ ഗാനം ആലപിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ പുത്രനാണ് നീ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഗാനം പിന്നീട് നിൻ്റെ ദിവ്യസന്നിധിയിൽ ഞാൻ ഒടുവിൽ എത്തിപ്പെടുമ്പോൾ എന്നോട് കാരുണ്യം കാട്ടണേ, അലിവ് കാട്ടണേ എന്ന യാചനയുടെ തലത്തിലേക്ക് വളരുന്നു. കുരുടന്മാർക്ക് വെളിച്ചം കാട്ടിക്കൊടുക്കുന്നവനെ, പാപികൾക്ക് മോചനം നൽകുന്നവനെ, ശിക്ഷാവിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി നിൻ്റെ കാരുണ്യത്തിൻ്റെ അപരിമേയമായ മഹാസാഗരത്തിലേക്ക് അതിൻ്റെ ഒരു ഓഹരി പകുത്ത് തന്നുകൊണ്ട് ഞങ്ങളെയും ചേർത്ത് അണയ്ക്കണമേ എന്ന മനുഷ്യകുലത്തിൻ്റെ ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന പ്രാർത്ഥനാ ഗാനമായാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്, വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ, ഇസ്രായേലിൻ രാജരാജനാണു നീ, ശക്തനായ ദൈവത്തിൻ ദിവ്യയാണു നീ, നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ. കൂടാരങ്ങൾ തീർത്തിടാം ഞാൻ, എന്നും ഇവിടെ വാഴ്വതെത്ര മോഹനം. 3 കൂടാരങ്ങൾ തീർത്തിടാം ഞാൻ, എന്നും ഇവിടെ വാഴ്വതെത്ര മോഹനം. എവിടെ ഞാൻ പോകും ലോകേശ, ജീവന്റെ ഉറവിടം നീയല്ലോ. എവിടെ ഞാൻ പോകും ലോകേശ, ജീവന്റെ ഉറവിടം നീയല്ലോ. നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ.
ശക്തനായ ദൈവത്തിൻ ദിവ്യയാണു നീ. കാവ്യാമൃതം. ബൈബിളിൽ നാം വായിക്കുന്ന യേശുദേവനും പുറജാതിക്കാരിയായ ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു സ്നേഹസംവാദം, അതിൻ്റെ ഗാനാവിഷ്കാരമാണ് നാം ഇനി കേൾക്കാനിരിക്കുന്ന ഗാനം. നട്ടുച്ചയ്ക്ക് ഒരു ദാഹശമനത്തിനായി കിണറ്റിൻകരയിലെത്തുന്ന നാഥൻ പുറജാതിക്കാരിയായ ഒരു സ്ത്രീയെ അവിടെ വെച്ച് കാണുകയും ദാഹം തീർപ്പാനായി അല്പം ദാഹജലം ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ കോരിത്തരുന്ന വെള്ളം സ്പർശിച്ചാൽ അങ്ങയെ തീണ്ടൽ ബാധിക്കില്ലേ? ഞാൻ നിഷ്കാസിത എന്ന് സമൂഹം മുദ്ര കുത്തിയിട്ടുള്ള ഒരു സമൂഹത്തിലെ അംഗമാണ്. ഞാൻ വിളമ്പുന്നത് ജീവജലമാണ്. ആ ജീവജലം ആത്മാവിൽ പേര് നടക്കുന്നവന് തീണ്ടൽ, തൊട്ടുകൂടായ്മ, അത്തരത്തിലുള്ള യാതൊരു അയിത്ത പരിഗണനകളും ഉണ്ടാവില്ല. ആ ജീവജലം ഞാൻ നിനക്ക് കോരിത്തരാം, അത് നീ കുടിച്ചാൽ നിനക്കൊരു കാലത്തും പിന്നീട് ദാഹിക്കയില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ തൊഴുകൈയോടെ ആ പുറജാതിക്കാരി പറഞ്ഞു, ഒരല്പം, ഒരു കുമ്പിൾ ആ ജീവജലം എനിക്ക് തരൂ, പിന്നീട് ഞാൻ ഈ വെള്ളം കോരാൻ വേണ്ടി ഇത്ര ദൂരം നടന്ന് ഇവിടെ വന്ന് ക്ലേശപ്പെടേണ്ടതില്ലല്ലോ. അപ്പോൾ യേശുനാഥൻ പറഞ്ഞു, നീ പോയി നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരൂ. ആ സ്ത്രീ ഒരല്പം സങ്കോചത്തോടെ പറഞ്ഞു, ഞാൻ എങ്ങനെ കള്ളം പറയും? ഞാൻ വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല, കൂട്ടിക്കൊണ്ടുവരുവാൻ എനിക്കൊരു ഭർത്താവില്ല. നീ സത്യമാണ് പറഞ്ഞത്, പക്ഷെ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അവരാരും നിന്നോടൊപ്പമില്ല. ഇപ്പോൾ നിന്നോടൊപ്പമുള്ളവനാവട്ടെ നിൻ്റെ ഭർത്താവുമല്ല. തൻ്റെ ജീവിത ചിത്രം കൺമുമ്പിൽ സംഭവിച്ച ഒരു യഥാർത്ഥം കണ്ടെടുക്കുന്ന വിധത്തിൽ വായിച്ചു പറഞ്ഞ ദൈവ തിരുമനസിൻ്റെ മുമ്പിൽ, ദൈവപുത്രൻ്റെ മുമ്പിൽ നിന്ന് കൈകൂപ്പി നിന്നുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, സത്യമായും നിന്നിൽ ദൈവാംശമുണ്ട്, അതില്ലെങ്കിൽ നിനക്കെൻ്റെ ജീവിതം ഇത്ര അച്ചട്ടായി പറയുവാൻ കഴിയുമായിരുന്നില്ല. അവിടെ യേശുനാഥൻ താൻ ആരെന്ന് വെളിപ്പെടുത്തുന്നു. അതെ, ഞാൻ ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ്റെ മുമ്പിൽ വിശ്വാസപൂർവ്വം സ്വയം സമർപ്പിക്കാൻ തയ്യാറാവുന്ന, ആ ആരാധനയിലേക്ക് സ്വയം ഉൾച്ചേരുവാൻ തയ്യാറാകുന്ന, ആ വിശ്വാസത്തിൻ്റെ ദീപ്തിയിലേക്ക് നടന്നെടുക്കുവാൻ തയ്യാറാകുന്ന, അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുന്ന പുറന്തള്ളപ്പെട്ടവരുടെ, നിഷ്കാസിതരുടെ, ചൂഷിതരുടെ ഒരു വലിയ സമൂഹ പരിച്ഛേദത്തിൻ്റെ പ്രതീകമായി മാറുന്നു അവിടെ ആ പുറജാതിക്കാരി. മനോഹരമായ ഈ ഇതിവൃത്തത്തെ മുഗ്ധമായി തന്നെ ആബേലച്ചൻ ഇവിടെ വരികളായി നമുക്ക് പകുത്തു തരുന്നു. ആ അന്യോന്യമുള്ള സംവാദത്തിൻ്റെ എല്ലാ ലാളിത്യവും നിലനിർത്തിക്കൊണ്ട് അത് ഉൾപ്പേർന്ന ആശയഗരിമയുടെ ആ വിധാനങ്ങളെ അർത്ഥകൃത്യതയോടുകൂടി നമുക്ക് പകർന്നു തരുന്നു. ആ വരികൾക്ക് ഇണങ്ങും വിധം ഈണം പകർന്നത് KK ആൻ്റണി. അന്ന് നമുക്ക് വേണ്ടി പാട്ട് പാടിയത് യേശുദാസും B വസന്തയുമാണ്. ഇവിടെ KL ആൻ്റണിയും ബ്ലെസ്സിയും നമുക്ക് വേണ്ടി പാട്ട് പാടുന്നു. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പൂ നാരി, ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യയ്യോ നീയൊരു യൂരൻ, ഞാനിന്നൊരു ശമരായെത്തി, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. അറിയുന്നില്ലേതും നീ എന്നോടു നീ ചോദിച്ചാൽ ജീവന്റെ ജലം കോരി തരുമല്ലോ ഞാൻ, ജീവന്റെ ജലം കോരി തരുമല്ലോ ഞാൻ. കയറില്ല പാളയുമില്ല, നീ എങ്ങനെ വെള്ളം കോരും, ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും, ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും. ഞാൻ നൽകും നിത്യജലം നീ വിശ്വാസമിയെന്നു കുടിച്ചാൽ നാരീ നിനക്കൊരു നാളും ദാഹിക്കില്ല, നാരീ നിനക്കൊരു നാളും ദാഹിക്കില്ല. ആദ്യോവ്യജലം നാഥ നൽകേണമെനിക്കൊരു പാത്രം, വീണ്ടും ഞാൻ വെള്ളം പോരണ്ടല്ലോ, വീണ്ടും ഞാൻ വെള്ളം പോരണ്ടല്ലോ.
പലതും അറിയാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കാത്തവരില്ല നമുക്കിടയിൽ. അതുകൂടി മനസ്സിൽ കണ്ടിട്ടാകാം വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, അറിവ് ദുഃഖത്തെയാണ് ഉണർത്തുന്നത് എന്ന് കവികൾ പാടിയത്. പക്ഷേ ഈ ദുഃഖം അടയിരിക്കുന്ന തമോഗർത്തങ്ങളിൽ നിന്നാണ് ഉണരുന്നത്. പ്രകാശമെന്ന് പറയുന്നത് തിരിച്ചറിവിൻ്റെ സ്വാംശീകരണത്തെ സൂചിപ്പിക്കുന്നു. ദുഃഖമടങ്ങുന്ന പ്രപഞ്ച പൊരുളുകളെ ആത്മാവിലേക്ക് ചേർക്കുമ്പോൾ ഈ ദുഃഖമെന്നത് പരമശാന്തിയുടെ വാതിൽക്കലേക്കുള്ള ഒരു ചവിട്ടുപടിയായി മാറുന്നു. അങ്ങനെ പ്രപഞ്ചവും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള ഒരു അന്യോന്യത്തിൻ്റെ ദൃക്സാക്ഷിയായി മാറുന്ന സൃഷ്ടി മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൻ്റെ അറകൾ തുറന്നിട്ടുകൊണ്ട് ആ ചൈതന്യത്തിൻ്റെ പ്രഭവ സ്രോതസ്സിനോട് നടത്തുന്ന ഹൃദയ സല്ലാപമാണ് കവിതയായി ഗാനമായി നമ്മുടെ മുമ്പിലേക്ക് പ്രവഹിച്ചെത്തുന്നത്. അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഉണർവ് നമ്മുടെ ആത്മാവിന് പകർന്നു തരുന്നത് കൊണ്ടാണ് അത് കാലാഹരണപ്പെടാത്ത, മരണമറിയാത്ത, മരണത്തെ അതിലംഘിക്കുന്ന അമൃതായി ഭവിക്കുന്നത്, കാവ്യാമൃതമായി മാറുന്നത്. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാ